വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ സാലഡ്സ് ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. 3 നേരത്തെ ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒന്ന് സാലഡ്സ് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വെയിറ്റ് ലോസിന് കുറച്ചുകൂടെ അധികം ഉപകാരപ്പെടും. അപ്പോൾ അതിന് പറ്റിയ ഒരു ഫ്രൂട്ട് സാലഡും അതുപോലെ തന്നെ ഒരു വെജിറ്റബിൾ സാലഡും നമുക്കിന്ന് ഉണ്ടാക്കാം. ഒരാൾക്ക് ആവശ്യമായ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ആദ്യം നമുക്കൊരു സാലഡ് ഡ്രസ്സിംഗ് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ യോഗേർട്ട്, ഫാറ്റ് ഫ്രീ യോഗേർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ, 2 ടീസ്പൂണിനടുത്ത് ഒലീവ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ തേൻ, 2 പിഞ്ച് സോൾട്ട്. ഇത്രയും ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് നന്നായിട്ടൊന്ന് ക്രീമി ആയിട്ട് മാറ്റിയെടുക്കണം. സ്പൂൺ വെച്ച് ബ്ലെൻഡ് ചെയ്താലും മതി, പക്ഷേ ഇത് കുറച്ച് ഈസി മെത്തേഡാണ്. അങ്ങനെ നമ്മുടെ സാലഡ് ഡ്രസ്സിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലൊരു സോസ് പോലെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു സാലഡ് കുക്കുംബർ കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, ഹാഫ് ക്യാപ്സിക്കം, ഒരു തക്കാളി, ഇത്രയും എടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തക്കാളിയുടെ കുരു അങ്ങ് കളഞ്ഞേക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് യൂസ് ചെയ്യാൻ നോക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട്, സോസ് അല്ല നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കുക്കുംബർ ക്യാരറ്റ് കോമ്പിനേഷൻ വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. കാരണം ഇത് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ ക്യാപ്സിക്കം ആണെങ്കിൽ നന്നായിട്ട് ഫൈബർ കണ്ടന്റ് ഉള്ള ഒരു സാധനമാണ്. ഞാനിവിടെ ഒരു ലെറ്റ്യൂസിൻ്റെ ലീഫ് നന്നായിട്ട് 1 മിനിറ്റ് നേരം തിളച്ച വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ഉൾപ്പെടുത്താം. പിന്നെ ഒരു എക്സ്ട്രാ ക്രഞ്ചിനെസ്സിന് വേണ്ടി ഒരു 2 നട്ട്സ് ചുമ്മാ ഒന്ന് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ സാലഡ് റെഡിയാണ്. അടുത്ത സാലഡിനായിട്ട് 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഒരു ഗ്ലാസ്സിലിട്ടിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം. ഞാനൊരു 2 മണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പഴം വേണം. അത് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുക. ഒരു അനാറിൻ്റെ പകുതി. ഈ സാലഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി 2 ഡേറ്റ്സ് കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ തേൻ, സോക്ക് ചെയ്ത് വെച്ച ചിയാ സീഡും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിയാ സീഡ്സിൽ ഒരുപാട് പ്രോട്ടീൻസും അതുപോലെ ഫൈബർ കണ്ടന്റും ഒക്കെ ഉണ്ട്. ചെറിയ എമൗണ്ട് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റൊമക്ക് ഫുള്ളായ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. അതുവഴി ഫുഡ് ഇൻടേക്ക് കുറയ്ക്കാനും പറ്റും. ഇനി വീഡിയോ കണ്ടിട്ട് പോകുന്നവർ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.